ഇന്ന് നമുക്ക് സമുദ്രകനി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കാർമേനി സെൽവൻ എന്ന ഫീൽ ഗുഡ് തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. കഥ തുടങ്ങുന്നത് നായകനായ സെൽവമിനെ കാണിച്ചുകൊണ്ടാണ്. സെൽവം ഇപ്പോൾ ഉള്ളത് ഷാർജയില. അവിടെ ഡ്രൈവറായി വർക്ക് ചെയ്യുകയാണ് സെൽവം. പക്ഷേ വന്നിട്ട് 5 മാസമായിട്ടും ഭാര്യയൊന്ന് ഫോൺ വിളിച്ചിട്ട് പോലുമില്ല. ഭാര്യയുള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയില് ഭാര്യയും മകനും ഒറ്റയ്ക്കാണ് അവരുടെ വീട്ടിൽ താമസിക്കുന്നത്. തന്റെ ഭർത്താവ് ഇന്ന് വിളിക്കും നാളെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഭാര്യ ജീവിക്കുന്നതും. എന്നാൽ 5 മാസമായിട്ടും സെൽവം വിളിച്ചിട്ടേയില്ല. സെൽവത്തിന്റെ മുതലാളി വന്നിട്ട് അവനുള്ള ശമ്പളമൊക്കെ കൊടുക്കുന്നു. തന്റെ റൂമിലേക്കെത്തിയ സെൽവം ആ റൂമിൽ തന്നെയുള്ള മറ്റൊരു പയ്യന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് വാട്സപ്പിൽ നിന്നും തന്റെ ഭാര്യയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു. ഞാനിവിടെ സേഫായിട്ട് തന്നെയുണ്ട്. എനിക്ക് ശമ്പളം കിട്ടി. ഞാൻ ശമ്പളം നിനക്ക് നാട്ടിലേക്ക് അയക്കാം. ഈ ഒരു ഫോണിലേക്ക് തിരിച്ചു വിളിക്കരുത്. ഇതിവിടെയുള്ള മറ്റൊരു പയ്യന്റേതാണെന്നും സെൽവം പ്രത്യേകം പറയുന്നുണ്ട്. സെൽവത്തിന് എന്തൊക്കെയോ ടെൻഷനുണ്ട്. തന്റെ വീട്ടിലെ ബുദ്ധിമുട്ടും കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ഗൾഫിൽ തന്നെ അവൻ പിടിച്ചു നിൽക്കുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ സെൽവത്തിന്റെ ജീവിത കഥയാണ് കാണിക്കുന്നത്. ചെന്നൈയിലുള്ള വാടക വീട്ടില് തന്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു സെൽവം. സെൽവത്തിന് മകനെന്ന് വെച്ചാൽ ജീവനാണ്. എപ്പോഴും മകനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്നത് സെൽവത്തിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. സെൽവത്തിന്റെ ഭാര്യ ഉന്തുവണ്ടിയിൽ ചെറിയ തട്ടുകട ബിസിനസ് ഒക്കെ നടത്തുകയാണ്. സെൽവത്തിന് സ്വന്തമായി കാറോ ബൈക്കോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് മകനെയും ഭാര്യയും കൊണ്ട് പുറത്തു പോകണമെങ്കിൽ കൂട്ടുകാരന്റെ ബൈക്ക് വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. മാത്രവുമല്ല സമ്പത്ത് എന്ന ബിസിനസ്സുകാരന്റെ ഡ്രൈവറാണ് സെൽവം. സമ്പത്തിന് ഭാര്യയും ഒരു മകളുമുണ്ട്. ഭാര്യയുടെ പേര് ദേവി എന്നാണ്. സമ്പത്തും ഭാര്യയും മകളുമൊക്കെ സെൽവത്തിനെ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. സമ്പത്ത് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ മിക്ക സമയത്തും വിദേശ രാജ്യങ്ങളിലേക്ക് ബിസിനസ് ട്രിപ്പ് പോകാറുള്ളത് പതിവാണ്. അങ്ങനെ ഒരിക്കൽ ബിസിനസ് ട്രിപ്പ് പോകുവാൻ വേണ്ടിയിട്ട് സമ്പത്ത് ഇറങ്ങുന്ന സമയം ഭാര്യയും മകളും റെഡിയായി കാറിലേക്ക് വന്ന് കയറുന്നു. എവിടെ പോകാനാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് പർച്ചേസിന് പോവുകയാണെന്നാണ് ഭാര്യ പറഞ്ഞത്. എയർപോർട്ടിൽ എത്തുന്ന സമയത്താണ് അറിയുന്നത് ഭർത്താവിന് ഭാര്യ ഒരു സർപ്രൈസ് കൊടുക്കുകയാണെന്ന്. ദേവി തനിക്കും മകൾക്കും വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങളും വരിക, ഇതൊരു വെക്കേഷൻ ആക്കാമല്ലോ എന്ന് ദേവി പറയുമ്പോൾ അത് കേൾക്കുന്ന സമ്പത്തിന് വല്ലാതെ ദേഷ്യം വരുന്നു. ഞാൻ പോകുന്നത് ജോലി സംബന്ധമായ കാര്യത്തിനാണ്, അല്ലാതെ വെക്കേഷൻ മോഡിലല്ല. അതുകൊണ്ട് ട്രിപ്പ് ഒന്നും പറ്റില്ല. നിങ്ങൾ സെൽവത്തിനൊപ്പം വീട്ടിലേക്ക് പോകണമെന്ന് കടുപ്പിച്ച് തന്നെ സമ്പത്ത് പറയുന്നു. അത് കേട്ട് സങ്കടപ്പെട്ടാണ് ദേവിയും മകളും വീട്ടിലേക്ക് എത്തുന്നത്. സെൽവം പതിവ് പോലെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് എത്തുന്നു. സെൽവത്തിന്റെ ഭാര്യ 3 ചെറിയ കുടങ്ങളിൽ കാശ് ശേഖരിക്കുകയാണ്. ആദ്യത്തെ കുടത്തിലുള്ള കാശ് ശേഖരിക്കുന്നത് അമ്പലത്തിലേക്ക് വേണ്ടി. രണ്ടാമത്തെ കുടത്തിൽ കാശ് ശേഖരിക്കുന്നത് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങി അവിടെ വീട് വെക്കണം. ഇതാണ് അവളുടെ ആഗ്രഹം. മൂന്നാമത്തേത് അവർക്ക് സേവിങ്സിനായിട്ട്. സ്വന്തമായിട്ട് വസ്തു വാങ്ങി വീട് വെക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഭാര്യ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സെൽവത്തിന് വല്ലാതെ പ്രഷർ ആവുകയാണ്. മാത്രമല്ല ആരിൽ നിന്നും 1 രൂപ പോലും കടം വാങ്ങരുതെന്ന് കരുതിയാണ് സെൽവം ജീവിക്കുന്നത്. തന്റെ ഭാര്യയെ ഇങ്ങനെ സ്ട്രെസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സങ്കടം ദേവിയോട് പറയുന്നു. ദേവി അതിന് മറുപടിയായിട്ട് പറയുന്നത് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുവാനായിട്ട് നോക്കണം. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്താണ് ദേവി സംസാരിക്കുന്നതും. എന്നാൽ സമ്പത്തിനൊപ്പം പോകുന്ന സമയത്ത് സമ്പത്തിനോട് സെൽവം ഈ ഒരു കാര്യമൊക്കെ അവതരിപ്പിക്കുന്നു. സമ്പത്ത് പറയുന്നത്, ഞാൻ ഈ ഒരു കാറ് വാങ്ങാൻ തന്നെ കാരണം എന്റെ ഭാര്യയാണ്. അവളാണ് എന്നെ കാറ് വാങ്ങുവാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചത്. അതും പറഞ്ഞ് സമ്പത്ത് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം സെൽവത്തിന്റെ ഭാര്യയ്ക്ക് ഒരു കോള് വരുന്നു. സെൽവത്തിന്റെ സഹോദരിയാണ് വിളിച്ചിരിക്കുന്നത്. സഹോദരിയുടെ മകൾ വയസ്സറിയിച്ചുവത്രേ. ആ കുട്ടിയുടെ ചടങ്ങ് നടക്കുവാനായി പോവുകയാണ്. രണ്ടാളും വരണമെന്ന് പറഞ്ഞാണ് ക്ഷണിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നത്. എന്നാൽ സെൽവത്തിന്റെ ഭാര്യയ്ക്ക് കുറച്ച് കാശെങ്കിലും കൊടുക്കണ്ടേ? ഒരു 5000 രൂപ കൊടുക്കാമെന്നും സെൽവത്തിന്റെ ഭാര്യ തീരുമാനിക്കുന്നു. എന്നാൽ സെൽവമിന്റെ കയ്യിൽ അതിനുവേണ്ടിയൊന്നും കാശില്ലല്ലോ. എങ്ങനെയെങ്കിലും അത് നമുക്ക് ഒപ്പിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു ഫംഗ്ഷനിൽ 5000 രൂപയും ഒപ്പിച്ചുകൊണ്ടാണ് 3 പേരും പോകുന്നത്. എന്നാൽ അവിടേക്കെത്തുന്ന സെൽവത്തിന്റെ ഭാര്യയെ സെൽവത്തിന്റെ സഹോദരി അപമാനിക്കും വിധമാണ് സംസാരിക്കുന്നത്. ഇതൊന്നും സെൽവവും മകനും കാണുന്നുണ്ടായിരുന്നില്ല. അവർ 2 പേരും ആ ഒരു ഫംഗ്ഷനിൽ എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം സെൽവത്തിന്റെ സഹോദരി സെൽവത്തിന്റെ ഭാര്യയോട് പറയുന്നത്, 5000 രൂപയോ? ഈ ഒരു രൂപയൊക്കെ ആരെങ്കിലും തരുമോ? നിങ്ങളൊരു 50,000 രൂപയ്ക്ക് സ്വർണമെങ്കിലും വാങ്ങിക്കൊണ്ടുവാ ദേ എന്ന് പറഞ്ഞ് 50,000 രൂപ ഏൽപ്പിക്കുന്നു. എന്നാൽ അതൊന്നും സെൽവത്തിന്റെ ഭാര്യ വാങ്ങുവാനായി കൂട്ടാക്കുന്നതേയില്ല. നിങ്ങൾ ഈ നക്കാപ്പിച്ച കാശൊക്കെ തന്നു കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് എന്റെ മണ്ടക്കിട്ടാ തരാൻ പോകുന്നതെന്നും സെൽവത്തിന്റെ സഹോദരി പറയുന്നു. അത് കേട്ട് സെൽവത്തിന്റെ ഭാര്യ വല്ലാതെ അപമാനപ്പെട്ടു പോവുകയാണ്. ഉടനെ തന്നെ സെൽവത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ട്, നിങ്ങളുടെ സഹോദരി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് കാശ് ഒപ്പിച്ചുകൊണ്ട് വരാം. ആ കുട്ടിക്ക് എന്തെങ്കിലും
എന്തെങ്കിലും സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സെൽവത്തിന്റെ ഭാര്യ നേരെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അവൾ 3 കുടങ്ങളിലായിട്ട് കാശ് സേവ് ചെയ്തു വെച്ചിരുന്നില്ലേ, ആ ഒരു കുടമെല്ലാം തല്ലിപ്പൊട്ടിച്ച് കാശുമെടുത്ത് തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയും വിറ്റിട്ട് 50,000 രൂപയ്ക്ക് വരുന്ന സ്വർണവും വാങ്ങിക്കൊണ്ടാണ് നേരെ ചടങ്ങിലേക്ക് എത്തുന്നത്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വർണവും ഇട്ടുകൊടുക്കുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്താലും വീണ്ടും അപമാനം തന്നെയാണ് അവർ നേരിടേണ്ടി വന്നത്. കയ്യിൽ കാശ് വെച്ചിട്ടാണോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചത്, 5,000 രൂപയും കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിലിട്ട് അപമാനിക്കുന്നു. വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് തന്റെ ഭാര്യ കഴുത്തിൽ കിടന്ന കെട്ടുതാലിയും ഇത്രയും നാൾ സേവ് ചെയ്തു വെച്ചിരുന്ന കാശും എടുത്തുകൊണ്ട് പോയാണ് തന്റെ സഹോദരിയുടെ മകൾക്ക് വേണ്ടിയിട്ട് സ്വർണം വാങ്ങിയതെന്നുള്ള കാര്യം സെൽവം അറിയുന്നു. സെൽവത്തിന് വല്ലാതെ ദേഷ്യം വരികയും ഭാര്യ വഴക്ക് പറയുകയും ചെയ്യും. എല്ലാവരുടെയും മുന്നിൽ അപമാനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ അങ്ങനെ ചെയ്തത്. ഇനി എന്തായാലും നമുക്ക് പഴയതുപോലെ ഒന്നേന്ന് സേവ് ചെയ്യാം, എന്നിട്ട് ആ കാശ് വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വസ്തു വാങ്ങി വീട് വെക്കാമെന്നും ഭാര്യ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം സെൽവത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് സമ്പത്തും കുടുംബവും വരികയാണ്. സമ്പത്ത് തന്റെ കുടുംബവുമായിട്ട് ട്രിപ്പ് പോകുന്നു. 1 മാസത്തേക്ക് നാട്ടിൽ കാണില്ല. തന്റെ കാറും വീടുമൊക്കെ നന്നായിട്ട് നോക്കിക്കൊള്ളണമെന്നും സമ്പത്ത് പറയുന്നു. സമ്പത്തിനെയും കുടുംബത്തിനെയും എയർപോർട്ടിലേക്ക് കൊണ്ടുവന്ന് വിടുന്നത് സെൽവമായിരുന്നു. പോകുവാനായി ഒരുങ്ങുന്ന സമയം സമ്പത്ത് 1 മാസത്തെ ശമ്പളം സെൽവത്തിനെ ഏൽപ്പിക്കുന്നു. ഈ 1 മാസം ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാ സാർ എനിക്ക് ശമ്പളം, അത് വേണ്ടെന്നും പറഞ്ഞാണ് സെൽവം അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ പകുതി വഴിയിൽ വെച്ച് ഭാര്യയുടെ കോള് വരുന്നു. മകൻ വീണു, മകന്റെ തല പൊട്ടി, അവനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, എത്രയും വേഗം കാശുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നായിരുന്നു ഭാര്യ പറഞ്ഞത്. ഇവിടെ നിന്ന് താനിപ്പോൾ അത്രയും കാശൊപ്പിക്കും, സമ്പത്തിന്റെ കയ്യിൽ നിന്നും താൻ കാശ് വാങ്ങിയില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി സമ്പത്തിനെ ഫോൺ ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും അവർ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ കോളും പോകുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിന്ന സെൽവം നേരെ വരുന്നത് തന്റെ സഹോദരിക്കടുത്തേക്ക്. സഹോദര കയ്യിൽ നിന്നും കുറച്ച് കാശും കടം വാങ്ങിയിട്ടാണ് സെൽവം ഹോസ്പിറ്റലിലേക്കും എത്തുന്നത്. മകന് വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കുകയാണ് സെൽവവും കുടുംബവും. സെൽവത്തിന് വല്ലാത്ത ടെൻഷൻ. ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല, കുറച്ച് കാശ് സമ്പാദിക്കണമെന്നും സെൽവം തീരുമാനിക്കുന്നു. അങ്ങനെ സെൽവം ചിന്തിക്കുന്നത്, സമ്പത്തിന്റെ കാറ് തന്റെ കൈവശമുണ്ടല്ലോ, 1 മാസം എടുക്കും സമ്പത്ത് നാട്ടിലേക്ക് വരുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ് കോൾ ടാക്സി ആയിട്ട് ഓടിയാൽ എന്താ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അങ്ങനെ സെൽവമാണെങ്കിലോ അടുത്ത ദിവസം മുതൽ കോൾ ടാക്സി ആയിട്ട് ഓടുകയാണ്. ഒരുപാട് ഓട്ടം കിട്ടുകയും ചെയ്യും. ഒരു ദിവസം ഒരു ഫിനാൻസ് കമ്പനിക്കാരനാണെങ്കിൽ സെൽവത്തിന്റെ കാറിലേക്ക് കയറി. അയാൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് പറയുന്നത് കേട്ട് സെൽവം ഞെട്ടി നിൽക്കുകയാണ്. സെൽവം, നിനക്ക് പണക്കാരനാകണമെങ്കിൽ ആദ്യം നീ പണക്കാരനെ പോലെ ജീവിക്കണം. അതിന് കടം വാങ്ങിയിട്ടായാലും പണക്കാരെ പോലെ ജീവിക്കുവാൻ നോക്ക്. എന്നാൽ നീ ഉറപ്പായിട്ടും ഒരു കാശുകാരൻ തന്നെ ആകുമെന്ന് അയാൾ ഉപദേശിച്ചിട്ട് പോകുന്നു. അയാൾ ഉപദേശിച്ചതിനെ കുറിച്ചൊക്കെ സെൽവം ചിന്തിക്കുകയാണ്. വീട്ടിലേക്ക് എത്തിയ സെൽവമാണെങ്കിലോ ഉടനെ തന്നെ ഭാര്യയോട് പറയുന്നുണ്ട്, ഇന്നിവിടെ ഒരു ആഹാരവും വെക്കണ്ട, നമ്മളിന്ന് ഹോട്ടലിൽ പോയാണ് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഭാര്യയും മകനെയും കൂട്ടിക്കൊണ്ട് ഒരു ലക്ഷറി ഹോട്ടലിലേക്കാണ് എത്തുന്നത്. അവിടെ അവർ ആവശ്യമുള്ള ഫുഡ് കഴിക്കുന്നു. ബില്ല് വരുമ്പോഴോ 4,000 രൂപ. അത് കണ്ട് ഭാര്യ ഞെട്ടിപ്പോകുന്നു. 4,000 രൂപയ്ക്ക് നമ്മൾ ആഹാരം കഴിച്ചുവെന്ന് ഭാര്യ ഞെട്ടിക്കൊണ്ട് പറയുമ്പോൾ, അതിനെന്താ, നമ്മൾ ഇനി മുതൽ ഇങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്. പണക്കാരനാകണമെങ്കിൽ ആദ്യം പണക്കാരനെ പോലെ ജീവിക്കണം, അതിനാ നമ്മൾ ശ്രമിക്കാൻ പോകുന്നതെന്നുള്ള കാര്യവും സെൽവം പറയുന്നു. അടുത്ത ദിവസം മുതൽ പലരുടെയും കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി പണക്കാരെ പോലെ ജീവിക്കുവാനായി ശ്രമിക്കുകയാണ് സെൽവം. സാധാരണക്കാരനെ പോലെ ജീവിച്ചിരുന്ന സെൽവം ദേ ഇപ്പോൾ മറ്റൊരാൾ ഉപദേശിച്ചത് കേട്ട് പണക്കാരനെ പോലെ ജീവിക്കുവാനായി ശ്രമിക്കുക. കടങ്ങളൊക്കെ സെൽവത്തിന് കൂടിക്കൊണ്ടേയിരുന്നു. മാത്രവുമല്ല, സ്വന്തമായി ക്രെഡിറ്റ് കാർഡും എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡിന് ടിവിയും കാര്യങ്ങളും ഒക്കെ വാങ്ങിവെക്കുന്നു. അതോടുകൂടി ഇങ്ങനെ കടം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ ഭാര്യയോട് പറയുന്നുണ്ട്, നീ സ്വന്തമായിട്ട് വീട് വേണമെന്ന് ആഗ്രഹിച്ചില്ലേ, നമ്മൾ ഉടനെ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങും, ഞാൻ രാപകലില്ലാതെ കഷ്ടപ്പെടുവാനായി പോവുകയാണെന്നും സെൽവം പറയുന്നു. അടുത്ത ദിവസം മുതൽ ഉറക്കമൊഴിഞ്ഞിരുന്ന് ഓട്ടം ഓടുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഓട്ടം ഓടുവാനായി പോകും. അതുകൊണ്ട് തന്നെ സെൽവത്തിനെ കാണാൻ പോലും മകന് കിട്ടുന്നതേയില്ല. പണ്ട് മകനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുവാനായി ശ്രമിച്ചിരുന്ന സെൽവം ഇപ്പോൾ ഫുൾ ടൈം കാശുണ്ടാക്കുക എന്ന ചിന്ത മാത്രമായി മാറി. എപ്പോഴും കാശിന് പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. മാത്രവുമല്ല, മകന്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ദിവസം സെൽവത്തിന് ഒരു ഓട്ടം കിട്ടുകയാണ്. അതൊരു വലിയ ബിസിനസ്സുകാരന്റെ ഓട്ടമായിരുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് വേണ്ടിയിട്ട് നീ ഓടണം, എങ്കിൽ ഞാൻ 5,000 രൂപ തരാമെന്നും ബിസിനസ്സുകാരൻ പറയുന്നു. 5,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് മകന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലും സെൽവം മറന്നു. എന്നിട്ട് ആ ഒരു ബിസിനസ്സുകാരന് വേണ്ടിയിട്ടാണ് അന്നേ ദിവസം മുഴുവൻ തന്റെ കാർ ഓടിക്കുന്നതും. എന്നാൽ കോമ്പറ്റീഷന് കയറിയ മകൻ ആൾക്കൂട്ടത്തിനിടയിൽ തന്റെ അച്ഛനെ തിരയുന്നു.
പക്ഷെ അച്ഛൻ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ മകൻ ആകെ സങ്കടപ്പെട്ടു പോവുകയാണ്. അവന് നല്ലോണം പെർഫോം ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. എല്ലാവരുടെ മുന്നിൽ അപമാനപ്പെട്ട് അവൻ തലയും കുനിച്ചു നിൽക്കുകയാ. അവൻ അടുത്തേക്ക് വന്ന ടീച്ചർ അവനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. എന്നു മുതൽ സെൽവം പണത്തിന് പിന്നാലെ ഓടി തുടങ്ങിയോ അന്നു മുതൽ കുടുംബവുമായിട്ട് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. വീട്ടിലേക്ക് എത്തിയ സെൽവത്തിനോട് മിണ്ടുവാൻ പോലും ഭാര്യയും മകനും കൂട്ടാക്കുന്നതേയില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു പ്രശ്നം സോൾവ് ആക്കുകയാണ് സെൽവം ചെയ്യുന്നത്. അടുത്ത ദിവസം തന്റെ ഭാര്യയും കൂട്ടി പോകുന്ന സെൽവം ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മൾ ഇന്ന് സ്വന്തമായിട്ട് വസ്തു വാങ്ങുവാൻ പോവുകയാണെന്ന്. ഭാര്യ തന്റെ കൈവശമുള്ള കാശയ്ക്ക് വെച്ച് കുറച്ച് വസ്തു മതിയെന്ന് പറയുമ്പോൾ സെൽവമാണെങ്കിലോ കുറേ വസ്തു അങ്ങ് അഡ്വാൻസ് കൊടുക്കുന്നു. അതൊന്നും വേണ്ട എന്ന് ഭാര്യ പറഞ്ഞിട്ടും സെൽവം കേൾക്കുന്നതേയില്ല. ആഡംബര ജീവിതം അത് മാത്രമായിരുന്നു സെൽവത്തിന്റെ ലക്ഷ്യവും. ഭാര്യ ഒട്ടും സന്തോഷമില്ലാതെയാണ് തിരികെ വീട്ടിലേക്ക് വരുന്നതും. ഭാര്യ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെയാണ് സെൽവം അവിടെ നിന്ന് പോകുന്നത്. ഇതെല്ലാം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ, പിന്നെ അവരെന്താ മനസ്സിലാക്കാത്തതെന്ന് സെൽവം ചിന്തിക്കുന്നു. സെൽവം ഇതെല്ലാം ചിന്തിച്ച് കാറിൽ പോകുന്ന സമയത്ത് മറ്റൊരു കാർ തന്റെ കാറിന്റെ പിന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സെൽവം ഇറങ്ങി നോക്കുമ്പോൾ കാർ നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് സെൽവം ചിന്തിക്കും. കാരണം സെൽവം കാർ നന്നായിട്ട് നോക്കുമെന്ന് കരുതിയല്ലേ സമ്പത്ത് ഏൽപ്പിച്ചിട്ട് പോയത്. പക്ഷെ കാറിന് ഇങ്ങനെ സംഭവിച്ചല്ലോ. കാർ ശരിയാക്കണമെന്ന് തീരുമാനിച്ച് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. വർക്ക്ഷോപ്പുകാരൻ പറയുന്നത് ഈ കാർ റെഡിയാക്കുവാനായിട്ട് ഏകദേശം 1.5 ലക്ഷം രൂപയാകുമെന്ന്. സെൽവം രണ്ടും കൽപ്പിച്ച് കാർ റെഡിയാക്കുവാനായിട്ടും പറഞ്ഞിട്ട് തന്റെ സഹോദരിയുടെ ഭർത്താവിനടുത്ത് പോയി വീണ്ടും കാശ് കടം വാങ്ങും. സഹോദരിയും ഭർത്താവും ചേർന്ന് സെൽവത്തിനെ ഒരുപാട് അപമാനിച്ചതാണ്. എന്നാലും പോയി സഹോദരിയുടെ കയ്യിൽ നിന്നും കാശും കടം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭാര്യയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. 1.5 ലക്ഷം രൂപ നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ചു എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ സഹോദരിയുടെ ഭർത്താവിൽ നിന്ന് കടം വാങ്ങി എന്നുള്ള കാര്യവും സെൽവം പറയുന്നു. അതെല്ലാം കേട്ട് സെൽവത്തിന്റെ ഭാര്യയ്ക്ക് വല്ലാതെ ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെൽവമാണെങ്കിലോ കാർ റെഡിയാക്കി. ഇനി എന്തായാലും ഈ കാർ കയ്യിൽ വെക്കുന്നത് ശരിയല്ല എന്ന് കരുതി ഉടനെ തന്നെ സമ്പത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടുവാനായിട്ട് പോകുന്നു. കാറ് കൊണ്ടുവന്ന് ഷെഡിലിട്ടതിന് ശേഷം തിരികെ ഇറങ്ങുന്ന സമയത്ത് എന്താ പോകുന്നത്, മുതലാളിയെ കാണുന്നില്ലേ എന്ന് ജോലിക്കാരൻ ചോദിക്കുന്നു. അപ്പോഴാണ് സെൽവം അറിയുന്നത് സമ്പത്ത് വന്നിട്ട് 2-3 ദിവസമായി എന്ന്. ഉടനെ തന്നെ അകത്തേക്ക് ചെല്ലുന്നു. എന്താ സെൽവം ഇവിടെ വരെ വന്നിട്ട് തിരികെ പോകുന്നത്, അകത്തേക്ക് കയറാത്തതെന്താ? ഞാൻ 2-3 ദിവസമായി വന്നിട്ട് നിന്നെ വിളിക്കണമെന്ന് ഞാൻ കരുതിയതാണെന്നും സമ്പത്ത് പറയുന്നു. അതേ സമയമായിരുന്നു സെൽവം ഒരു കാഴ്ച കാണുന്നത്. വീടിനുള്ളിലായിട്ട് സമ്പത്തിന്റെ ഭാര്യയായ ദേവിയുടെ ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുന്നു. ദേവി മരണപ്പെട്ടു പോയി. മാഡത്തിന് എന്താ സംഭവിച്ചെന്ന് സെൽവം സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോൾ ഞങ്ങൾ സത്യത്തിൽ ഫോറിൻ ട്രിപ്പ് പോയത് വെക്കേഷന് വേണ്ടി ആയിരുന്നില്ല, ദേവിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാ. ദേവിക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, അതിന്റെ ട്രീറ്റ്മെന്റിന് പോയതാ. പക്ഷെ അവിടെ വെച്ച് ദേവി മരണപ്പെട്ടു പോയി. നീ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സമ്പത്ത്. സെൽവവും ആകെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല സമ്പത്ത് ഒരു 6 മാസത്തേക്ക് മകളെയും കൊണ്ട് വിദേശത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ 6 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് സെൽവത്തിന് കൊടുക്കുന്നു. എന്തിനാ സാർ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് സെൽവം ആ കാശ് വാങ്ങാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ സെൽവം സങ്കടത്തോടു കൂടി തന്റെ വീട്ടിലേക്കും എത്തുന്നു. മാത്രവുമല്ല സെൽവം ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കാശയ്ക്ക് ഒരുപാട് കടം വാങ്ങിയില്ലേ, കടക്കാരെല്ലാം വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. EMIയും ഒരുപാട് മുടങ്ങിയിരിക്കുന്നു. അത് കാരണം നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി കാശ് സമ്പാദിക്കണമെന്നും സെൽവം ചിന്തിക്കുന്നു. അപ്പോഴാണ് സെൽവം തന്റെ കാറിൽ കയറി ഒരു കസ്റ്റമറിനെ കുറിച്ച് ഓർക്കുന്നത്. അയാൾ സെൽവത്തിനോട് ചോദിച്ചിരുന്നു, ഗൾഫിൽ എന്റെ ഡ്രൈവറായിട്ട് നീ വരുന്നു എന്ന്. ഉടനെ തന്നെ സെൽവം അയാളെ കോണ്ടാക്ട് ചെയ്യുകയും അയാളുടെ ഡ്രൈവറായിട്ട് ഗൾഫിലേക്ക് പോവുകയും ചെയ്തു. സെൽവത്തിന്റെ മനസ്സിൽ കടം വാങ്ങിയ കാശ് മാത്രം എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കണം, അത് മാത്രമായിരുന്നു. അങ്ങനെയാണ് സെൽവം ഗൾഫിൽ 6 മാസം കഷ്ടപ്പെടുന്നത്. ഈ 6 മാസവും സെൽവം തന്റെ വീട്ടിലേക്കൊന്നും വിളിച്ചിട്ട് പോലുമില്ല. മകനെയും ഭാര്യയും പിരിഞ്ഞു നിൽക്കുന്നതിൽ സെൽവത്തിന് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. അവരെ പിരിഞ്ഞ് എങ്ങനെ താൻ ജീവിക്കുമെന്നൊക്കെ ഒരുപാട് സെൽവം ചിന്തിച്ചതാണ്. പക്ഷേ അവരോടൊന്ന് സംസാരിച്ചാൽ പോലും അവരെ കാണുവാൻ വേണ്ടിയിട്ട് സെൽവത്തിന് തോന്നും. അതുകൊണ്ട് മാത്രമാണ് 6 മാസമായിട്ടും സെൽവം തന്റെ വീട്ടിലേക്കൊന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്നത്. ഭാര്യയും മകനും സെൽവത്തിന്റെ ഒരു കോളിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്തിരുന്നു. എന്നാൽ സെൽവത്തിന്റെ റൂമിലുള്ള എല്ലാവരും സെൽവത്തിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ 6 മാസമായിട്ട് ഭാര്യയും മകനോടും ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ നീ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതൊന്നും കേട്ടിട്ട് സെൽവം മൈൻഡ് ചെയ്യുന്നതേയില്ല. 6 മാസം കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നു. കടമെല്ലാം തീർക്കുവാനായിട്ടുള്ള കാശും റെഡിയാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ സെൽവം തന്റെ മുതലാളിക്കടുത്തെത്തി, ഞാൻ എന്റെ കടം തീർക്കുവാനായിട്ടുള്ള കാശ് സമ്പാദിച്ചു, ഇനി എനിക്ക് നാട്ടിലേക്ക് പോകണം, എന്റെ പാസ്പോർട്ട് തിരികെ തരണമെന്നും സെൽവം മുതലാളിയോട് പറയുന്നു. അങ്ങനെ സെൽവം നാട്ടിലേക്ക് കയറി വരികയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയം റൂമിൽ തന്നെ കളിയാക്കിക്കൊണ്ട് നിന്നവരോടെല്ലാം സെൽവം ഒരു കാര്യം പറയുന്നു, എനിക്ക് എന്റെ ആവശ്യം
ഞാൻ വാങ്ങിയ കടമെല്ലാം തീർക്കണം, അതായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കാശ് ഞാൻ സമ്പാദിച്ചു. എനിക്ക് നിങ്ങളെപ്പോലെ ഫോണിലൂടെ കുടുംബം നടത്താൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് സെൽവം അവിടെ നിന്ന് പോകുന്നത്. സെൽവം വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയോ അവരുടെ കടമെല്ലാം തീർത്തിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഭാര്യ ഒരുപാട് നാളുകളായിട്ട് തന്റെ ഭർത്താവിനെ കാത്തിരിക്കുകയാണല്ലോ. മാത്രമല്ല സെൽവത്തിന്റെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗൾഫിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റൊക്കെ റെഡിയാക്കിയിട്ട് നിൽക്കുകയായിരുന്നു സെൽവത്തിന്റെ ഭാര്യ. അതും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കാശ് സമ്പാദിച്ചിട്ടാണ് ടിക്കറ്റൊക്കെ റെഡിയാക്കിയിരിക്കുന്നതും. സെൽവത്തിനെ കണ്ടതും ഭാര്യയും മകനും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. തന്റെ മകനും ഭാര്യയ്ക്കുമൊപ്പം ഇനി പഴയതുപോലെ സമാധാനമായിട്ട് ജീവിക്കണമെന്നും സെൽവം ആഗ്രഹിക്കുന്നു. അതേസമയമാണ് സെൽവത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് സമ്പത്ത് എത്തുന്നത്. സമ്പത്ത് തന്റെ മകളെയും കൊണ്ട് വിദേശത്തേക്ക് പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കണമെന്നും സെൽവത്തിനോട് പറയുന്നു. സെൽവമാണ് അവരെയും കൊണ്ട് എയർപോർട്ടിൽ പോകുന്നത്. അതും സെൽവം വന്ന് കൊണ്ടിട്ട അതേ കാറിൽ തന്നെയാണ് പോകുന്നത്. സെൽവത്തിനോട് സമ്പത്ത് ഒരു കാര്യം പറയുന്നു. ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടത്തിനിടയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. അന്ന് എന്റെ ഭാര്യ ഞാൻ ഫോറിൻ ട്രിപ്പ് പോകുന്ന സമയത്ത് എന്നോട് വരുന്നെന്നവൾ ആഗ്രഹം പ്രകടിപ്പിച്ചതാ. പക്ഷേ ഞാൻ അവളെ കൊണ്ടുപോയില്ല. അന്ന് അവളെ കൊണ്ടുപോയിരുന്നുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹമെങ്കിലും എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇനി ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം, എന്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുന്നു. സമ്പത്തിനെയും മകളെയും എയർപോർട്ടിലേക്ക് കൊണ്ടുവന്ന് വിടുകയാണ് സെൽവം. പോകുവാനായി ഇറങ്ങുന്ന സമ്പത്ത് സെൽവത്തിനോടൊരു കാര്യം പറയുന്നു. ഇന്നു മുതൽ ഇത് നിന്റെ സ്വന്തം കാറാണ്. എന്റെ ഭാര്യയുടെ ആഗ്രഹവും അതായിരുന്നു എന്നുള്ള കാര്യം സമ്പത്ത് പറയുന്നു. എന്നിട്ട് കാറ് സെൽവത്തിനെ ഏൽപ്പിച്ചിട്ടാണ് സമ്പത്ത് അവിടെ നിന്ന് പോകുന്നത്. ഒരാളുടെ ഡ്രൈവറായി വർക്ക് ചെയ്തിരുന്ന സെൽവത്തിന് ഇപ്പോൾ സ്വന്തമായി കാറായിരിക്കുന്നു. സ്വന്തം കാറുമായിട്ട് സെൽവം വീട്ടിലേക്ക് പോവുകയാണ്. വരുന്ന വഴിയിലെല്ലാം സമ്പത്ത് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് സെൽവം ചിന്തിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടത്തിനിടയിൽ വെച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും മറന്നു പോകരുതെന്നുള്ള കാര്യം സമ്പത്ത് പറഞ്ഞിരുന്നല്ലോ. അതെല്ലാം ചിന്തിക്കും. അപ്പോഴാണ് സെൽവത്തിനൊരു കോള് വരുന്നത്. മുൻപ് സെൽവം കോൾ ടാക്സി ആയിട്ട് ഓടിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അടുത്തൊരു കസ്റ്റമർ വിളിക്കുകയാണ്. കോൾ എടുക്കുന്നതിന് മുൻപ് സെൽവം ഒരു കാര്യം ചിന്തിക്കും. തന്റെ ഭാര്യയ്ക്കും മകനും അടുത്തേക്ക് പോയി അവർക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണോ അതോ കോൾ എടുക്കണോ? അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സെൽവത്തെയും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.